എനിക്ക് 10 വർഷം തരുമോ? വർഷം തന്നാൽ ഈ സിനിമയെ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് കയറി വന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് പടം ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഓരോ ഡയറക്ടറും അല്ലെങ്കിൽ ഓരോ ക്രൂ മെമ്പറും ഒരു സിനിമയിലോട്ട് കമ്മിറ്റ് ചെയ്യത്തുള്ളൂ. സോ അതേപോലെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ല, ഒരു പ്രോമിനൻറ്റ് ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ കയറിയിരിക്കുന്നത്. അതിനുള്ള എഫേർട്ട് എന്ന് പറയുന്നത് കഠിനാധ്വാനം എന്ന് പറയാം. പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും എന്നിൽ ആ കോൺഫിഡൻസ് വരുന്ന സമയത്ത് അന്നൊരു ഓഫർ വന്നാൽ ആ സ്ക്രിപ്റ്റായിട്ട് ഞാൻ അലൈൻ ചെയ്താൽ തീർച്ചയായിട്ടും മലയാളി ക്രൗഡിന് കേറ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ്, അതിനേക്കാളും ഒരു വലിയ ക്രൗഡിനാണ് പാൻ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേറ്റർ ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി കൂടും, ഫൈനാൻസസ് കൂടും, സ്ക്രിപ്റ്റിൻ്റെ ക്യാൻവസ്, പ്രോജക്റ്റിൻ്റെ ക്യാൻവസ് കുറച്ചുകൂടെ വലുത്. അത് ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള സ്കിൽ സെറ്റ് ഉണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം എന്നെ അതിലോട്ട് കാസ്റ്റ് ചെയ്തേക്കാം. എങ്ങനെ ആ സ്ക്രിപ്റ്റ് എനിക്ക് വർക്ക് ആവുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യും. ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന, പാസ്റ്റിനെ പറ്റി ഒരുപാട് ആലോചിക്കുന്ന ഒരാളുമല്ല ഞാൻ. സോ ലിവിങ് എവറി ഡേ ആസ് ഇറ്റ് ഈസ്. വിൽ സീ.